ഇത്തരത്തിലൊരു മാർച്ചുമായി യൂത്ത് കോൺഗ്രസിന് കടന്നു വരുന്ന സാഹചര്യത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ചുറപ്പിച്ച് ചെയ്യുന്ന ഒരു സമരമാണ്. ഈ നാടിന്റെ നിവർത്തികേടിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ പെൺമക്കളുള്ള മാതാപിതാക്കളുടെ വേദനയ്ക്ക് അറുതി വരുത്തുവാൻ വേണ്ടി, അവരുടെ ആശങ്കകൾക്ക് അറുതി വരുത്തുവാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന പോരാട്ടമാണ്. വണ്ടിപ്പെരിയാറിൽ 2021 ആണ്ടിൽ 6 വയസ്സുകാരിയായ ഒരു കുഞ്ഞ് പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ആരാണ് പീഡിപ്പിച്ചത്? ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ, പിണറായി വിജയന്റെ ജീവൻ രക്ഷാ സ്ക്വാഡിലെ പഴയകാല പ്രവർത്തകൻ. ഇപ്പൊ അവൻ പുറത്തിറങ്ങുമ്പോ വീണ്ടും അവൻ ജീവൻ രക്ഷാ സ്ക്വാഡിന്റെ സജീവ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഈ നാട്ടിലെ പോലീസ് സംവിധാനം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അന്ന് തന്നെ നമുക്കറിയാം, ഈ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA വാഴൂർ സോമൻ, അയാളെ വാഴൂർ സോമൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ആ പറഞ്ഞിട്ട് വാഴൂർ സോമൻ എന്ന് വിളിക്കുന്നതായിരിക്കും ഏറ്റവും ഇതുപോലൊരു മുതുവാഴ ഈ നാട്ടിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി കൊലപ്പെടുമ്പോ ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് ഈ നാടിന്റെ MLA അതിനുവേണ്ടി നടത്തിയ ഇടപെടലുകളെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ MLAയിൽ തുടങ്ങുന്നതാണ് ഈ കേസ് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ. നമ്മുടെ നാട്ടിലെ ചൈൽഡ് റേപ്പ് ഇഷ്യൂകളിൽ, പോക്സോ കേസുകളിൽ ആളുകളെ അക്വിറ്റ് ചെയ്യുന്ന സാഹചര്യം വളരെ കുറവാണ്. തെളിവിന്റെ ഒരു അംശമെങ്കിലും കോടതിക്ക് മുന്നിലേക്ക് എത്തിയാൽ കുറ്റാരോപിതനായ പ്രതിയെ പരമാവധി ശിക്ഷിക്കുന്ന നിയമ സംവിധാനമാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിലെ ജഡ്ജിക്ക് ഈ പ്രതിക്ക് ശിക്ഷ കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ പ്രോസിക്യൂഷനോ പോലീസിനോ അതിനകത്ത് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുനിൽ പേരെടുത്ത് തന്നെ പറയുകയാണ്, ഇനി പോലീസുകാരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനം. ഇപ്പൊ ഈ സമരവുമായി ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നിൽക്കുന്ന 3 നക്ഷത്രം വെച്ചിരിക്കുന്ന ഏമാൻ സർക്കിൾ ഇൻസ്പെക്ടർ, പേര് വായിക്കാൻ കഴിയുന്നില്ല, അയാളുടെ കയ്യിൽ മുളയുടെ ലാത്തിയാണ് ഇരിക്കുന്നത്. ഏമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നുകൂടെ എടുത്ത് വായിക്കണം. ഈ മുളയുടെ ലാത്തിയൊക്കെ പോലീസ് മാനുവലിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി. എന്നിട്ടും ഏമാന് ഈ ദണ്ട് എവിടുന്ന കിട്ടിയെന്നൊന്ന് അറിയണം. അതെടുത്ത് ഉപയോഗിക്കാനാ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാ പറയുന്നത്. ഓർത്തു വെച്ചു. ഞാൻ കണ്ടു എന്റെ സഹപ്രവർത്തകർ അങ്ങോട്ടേക്ക് വന്നപ്പോ രോഷമങ്ങ് വല്ലാതെ തിളയ്ക്കുന്നുണ്ട്. ആ തോളത്തിരിക്കുന്ന നക്ഷത്രത്തിൽ പണ്ട് ഡിവൈഎഫ്ഐയുടെ കൊടി പിടിച്ചപ്പോ അതിലെ നക്ഷത്രമായി ഇരിക്കുന്നെങ്കിൽ നക്ഷത്രം എണ്ണിക്കും. ഞങ്ങളുടെ പ്രവർത്തകന്റെ നെഞ്ചത്ത് കയറിയിട്ട് വേണ്ട നിന്റെയൊക്കെ രോഷം തീർക്കുന്നത് എന്ന് വളരെ ബഹുമാനത്തോടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രോഷമൊന്നും ആ പെൺകുട്ടിയെ പിച്ചി ചിന്തിയവനോട് നമ്മൾ കണ്ടില്ലല്ലോ. അവനെ കോടതി വളപ്പിൽ ഈ പെൺകുട്ടിയുടെ ഈ നാട്ടിലെ നമ്പർ 1 ഗുണ്ടയായ പിണറായി വിജയന് കൊടുക്കുന്ന സംരക്ഷണം കൊടുത്തിട്ടല്ലേ അവനെ സ്റ്റേഷനിലെ ജീപ്പിനകത്തേക്ക് കയറ്റിവിട്ടത്. ആ പോലീസാ നിൽക്കുന്നെന്നുള്ള ബോധ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാ. അതുകൊണ്ട് ഇങ്ങോട്ടും മെക്കിട്ട് കയറാനായിട്ട് വന്നേക്കരുത്. സമാധാനത്തോടെ ഈ സമരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അനാവശ്യമായി പോലീസ് പ്രകോപനം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങള് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി വരുമ്പോ ആൾക്കൊന്നിന് 5 പോലീസ് എന്ന ക്രമത്തിൽ നിൽക്കുക. ആ ഭയമുള്ളത് ഈ നാട്ടിലെ പോലീസിന് നല്ലതാ. അമ്മാതിരി കൊള്ളരുതായ്മയാണ് നീയൊക്കെ ഈ കേരളത്തിന്റെ പൊതുവീതിയിൽ യൂത്ത് കോൺഗ്രസുകാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സേനയ്ക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി താഴെ പാർട്ടി ഓഫീസ് നിങ്ങളുടെ എക്സ്റ്റൻഡഡ് ഫോഴ്സായ ഡിവൈഎഫ്ഐയുടെ തെമ്മാടികളെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെയായി സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ആ 6 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന്
ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഈ നാടിന് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരിറ്റ കണ്ണീര് വീണ ഈ നാട്ടിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ധർമ്മ സമരമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.